ഹലോ, നമസ്കാരം. നമ്മളുടെ മീഡിയ സ്റ്റോറിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയാണ് കേട്ടോ നമ്മൾ പറയാൻ പോണത്. പത്തരമാറ്റിൻ്റെ കഥയിൽ ആൻമേരിയെ കാണാൻ പോയിരിക്കുകയാണ് നയന. അപ്പോൾ നയന അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആൻമേരി വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇത് നമ്പർ ആരെ പറഞ്ഞതെന്നറിയില്ല, പക്ഷേ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചാനലിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ആദർശിൻ്റെ കുഞ്ഞാണെന്നൊക്കെയാണല്ലോ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആൻമേരി ഇടപെട്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എവിടെയും ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്, ടെലികാസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിവരങ്ങളൊക്കെ ആൻമേരി പറഞ്ഞിട്ടുണ്ടാവും. ഒന്നാമത് അനന്തപുരിയിലെ ഒരു പ്രശ്നമാകുമ്പോൾ, അതായത് മൂർത്തീസ് ഗ്രൂപ്പിലെ ഒരു പ്രശ്നമാകുമ്പോൾ അത് രണ്ടാമത് ഒന്നും ആലോചിക്കാതെ ഇടാനും പറ്റില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പോൾ അങ്ങനെ ആൻമേരിയും നമ്മുടെ നയനയും കൂടെ ഇങ്ങനെ സംസാരിക്കും. ആരാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത് എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചതെന്നൊക്കെ നയനോട് ചോദിക്കുക. ഇങ്ങനെ ഒരാളുണ്ടോ കുടുംബത്തിൽ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആൻമേരി നയനൊന്നും മിണ്ടുന്നില്ല. ശരിക്കും അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന മിണ്ടുന്നില്ല. അപ്പോൾ ഉണ്ടല്ലേ എന്ന് പറയുകയാണ് ആൻമേരി. അപ്പോൾ പറയും, ഇപ്പോൾ ഇതൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. എനിക്ക് മനസ്സിലാവും മാഡം എന്ന് പറയും. അപ്പോൾ പറയും, ഇത് ആരാണ് ഇത് വിളിച്ച് പറഞ്ഞു വയ്ക്കും. വിളിച്ച് പറഞ്ഞത് ആരാന്നറിയില്ല, നമ്പർ ഉണ്ടോ വയ്ക്കും. നമ്പർ ഉണ്ടോ പറയും. അങ്ങനെ ആ നമ്പർ എടുത്ത് കൊടുക്കുകയാണ്, നയനയ്ക്ക് കൊടുക്കുകയാണ്. ശരി എന്നാ പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ചാനലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആൻമേരി പറയും കേട്ടോ. ഒന്നും അറിയേണ്ടതിലെടുത്ത് ചാടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് പോണത് എന്താണ്, ഇവിടെ നയന അങ്ങനെ ആകെ ഇതായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദർശനെ വിളിച്ച് അങ്ങനെ ആദർശനോടും പറയണം ആരൊക്കെയാണ് ഇത് ചെയ്തതെന്ന് അറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് നന്ദുവായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചെല്ലാണ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. നന്ദുവിനോട് പറയും. നന്ദു അറിയും അത് ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നേ നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ട്രേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു പത്രക്കാരാണ് ഇതിൻ്റെ പിന്നിൽ, പിന്നെ ഒരു യൂട്യൂബറുണ്ട്, അവനൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നന്ദുവിൻ്റെ പോലീസ് അവനെ പിടിക്കണം. അപ്പോൾ അവനെ പിടിക്കുന്ന സമയത്ത് അവൻ പറയും, ഞാനൊരു പത്രാധിപരാണ് അറിയും, നീ മഞ്ഞപ്പത്രത്തിൻ്റെ ആളല്ലേ എന്നറിയും. അങ്ങനെ അവനെ പൊക്കി ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നീ കറക്റ്റായിട്ടുള്ള ഇതാണോ ന്യൂസാണോ കൊടുക്കണം വയ്ക്കുമ്പോൾ, അതേ മേഡം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. കാര്യമൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പറയാം എന്നങ്ങനെ പറഞ്ഞിട്ട് നന്ദു അയാളെയും പൊക്കി പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞുകൊണ്ടാണ് നയനയും ആദർശും കൂടെ ചെല്ലുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദർശ് പറയും, ഇങ്ങനെ ആളെ കിട്ടിക്കുമ്പോൾ അവൻ പറഞ്ഞു, പക്ഷേ അവനൊരു യൂട്യൂബറും കൂടെയാണ്. അപ്പോൾ അവനോട് യൂട്യൂബ് ചാനലുണ്ട് അവനപ്പോൾ അവനോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞതും പൈസ കൊടുത്തതും ഒക്കെ അബിയാണ് നേരിട്ട് പോയി ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് തന്നെ പറഞ്ഞത്. ആദ്യം ഇവർ വിചാരിക്കുന്നുണ്ട് അനാമികയുടെ ഫാമിലിയും കൂടെ ചെയ്ത പണിയാണെന്ന്. പക്ഷേ ഇത് അനാമികയല്ല, അബിയാണ് ചെയ്തത്. അബിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് പറയും. അപ്പോൾ പറയും, നവ്യേച്ചിനെ വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ നമ്മൾ മിണ്ടാണ്ടിരുന്നത്, ഇനിയിപ്പോൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കണം എന്നറിയാം. അപ്പോൾ നന്ദു പറയാണ്, എന്തിനാണ് ഇങ്ങനെ സഹിക്കുന്നത്, അവനെപ്പോലെ ഒരു വിഷത്തിന് സഹിക്കേണ്ട ഒരു കാര്യമില്ല. നവ്യേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. കാരണം നവ്യ അപ്പോൾ അവൻ പറയുന്ന നുണ മുഴുവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യേച്ചിക്കാണെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി അവതാളത്തിലാവും എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. കാരണം ഇത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ നാണക്കേടാവും. പിന്നെ ഇന്ത്യയിൽ മുഴുവൻ പ്രശസ്തമായിട്ടുള്ള കമ്പനിയല്ലേ, അപ്പോൾ അതിൻ്റെ പേര് മുഴുവൻ നാശമാവും എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുക, എന്തായാലും എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നും ഇതായിട്ടില്ല, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ന്യൂസ് അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്, ഇനി പുറത്തേക്ക് ഇപ്പോൾ വിടണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ കിരണും വരുന്നുണ്ട്. അപ്പോൾ കിരണും വന്നിട്ട് ഇയാളുടെ ആദർശനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പറയടാ, ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ബാധിക്കുകയാണെങ്കിൽ നമ്മളുടെ കമ്പനി മുഴുവൻ അത് ബാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ നിങ്ങളെ ബാധിക്കും. കാരണം നിങ്ങൾ ഇന്ത്യ മുഴുവൻ അറിയുന്നൊരു ഗ്രൂപ്പാണ് മൂർത്തീസ് ഗ്രൂപ്പ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള കഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയില്ലേ. അപ്പോൾ നിങ്ങൾ ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയുകയാണെങ്കിൽ ഞാനും കല്യാണം കൂടെ അത് സംസാരിച്ചു. ഇപ്പോൾ തന്നെ ഞങ്ങളെ തകർക്കാൻ വേണ്ടി നോക്കിയ എല്ലാവരും ഇപ്പോൾ ജയിലിലാണ് ഒക്കെ. അപ്പോൾ അതിൽ ചിലരൊക്കെ പുറത്തിറക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെതിരായിട്ടുള്ളതൊക്കെ ചെയ്യുള്ളൂ
എന്നൊക്കെ കിരൺ പറയാണ്. കിരണും ആദർശവും കൂടെ സംസാരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി താൻ ഇത് വെച്ചുകൊണ്ടിരിക്കല്ലേ, ഇത് വെച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ തന്നെ അവൻ തകർക്കും. ഇങ്ങനെ ഒരു വിഷമാണ് അവനെ ആ വീട്ടിൻ്റെ ഉള്ളിലേ വെച്ചിരിക്കാൻ പാടില്ല അറിയും. അപ്പോൾ പറയും നവ്യയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ ആദ്യം ആദർശനെയാണല്ലോ കല്യാണം കഴിക്കുന്നത്, അതിലും കൂടെ അവൻ ആ കുട്ടിയോട് ചതി ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറയും എന്തായാലും നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക, വലിച്ചു നീട്ടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നിങ്ങനെ കിരണും പറയുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ആദർശും നയനയും കൂടെ പിന്നെ ഒരുമിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ പറയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ ആദർശും നയനയും കൂടെ നിന്നിട്ടാണ് പിന്നെ നമ്മുടെ നന്ദുവിനെ കണ്ടിട്ട് പിന്നെ തിരിച്ചു പോവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കിരണിനെ ആദർശ് കാണുന്നതും. അതിന് ആദർശേട്ടാ ഇത് നീ ഇപ്പം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കേട്ടോ, ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, കാരണം അവൻ അത്രയും ചാനലുകളിൽ കൂടെയൊക്കെ കൊടുക്കണമെങ്കിൽ അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയാൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണമെന്ന് പറയും. അപ്പോൾ ആദർശ് പറയും നീ എന്താ വെച്ചാൽ ചെയ്തോ, നിൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എന്തായാലും പിന്നെ നമുക്ക് അവനൊന്ന് കാണണമല്ലോ, അവനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാണല്ലോ. ഇപ്പം അവൻ ചെയ്ത തെറ്റിന് ഇപ്പോൾ ആദർശേട്ടനാണ് ചുമക്കുന്നത്, ആ അഴുക്ക് മുഴുവൻ ചുമക്കുന്ന ആദർശേട്ടനാണ്. പിന്നെ മോളെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെ ഇവർ മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ പറയും പിന്നെ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ വീട്ടിലുള്ള വിവരം അപ്പോൾ എന്തായാലും നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദ്യം വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും കൂടെ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ തന്നെ അവൻ ഇതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്, സ്വർണ്ണത്തിൻ്റെ തിരിമറി നടത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ തൽക്കാലം അവനെ മാറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ഹെഡിൽ വേറൊരാളെ വെച്ചിരിക്കുകയാണ്, അവനെക്കാട്ടിലും ഇതായിട്ട് ഒരാളെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ കണക്ക് സ്വർണ്ണം വിറ്റേൻ്റെ കണക്ക് കൊടുക്കാത്തുള്ള ഒരു ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇവർ രണ്ടുപേരും കൂടെ. വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അബിയാണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവൻ വരുന്നുണ്ട് പറയും. അപ്പോൾ ഒന്ന് അവനെ കൊണ്ടുപോയാലോ, രണ്ടാളും കൂടെ അങ്ങനെ സംസാരിക്കണം ആദർശം നയനയും കൂടെ. അപ്പോൾ നീ എങ്ങടാ എന്ന് ചോദിക്കും ആദർശ്. ഞാൻ ഓഫീസിലേക്ക് എന്ന് പറയും. നീ ഓഫീസിൽ പോകണം, നീ ഇപ്പോൾ എൻ്റെ കൂടെ വാന്ന് പറയും. അതെന്തിനാ പറയും. ഇപ്പോൾ നിനക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അതെന്താണെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അത് ഇപ്പോൾ പറയാൻ പറ്റില്ല, നീ വാ എന്ന് പറയും. ഇങ്ങനെ സംശയിച്ച് നിൽക്കും. വാ നീ കയറ്, നിനക്ക് അവിടെ എത്തുമ്പോൾ നിനക്കറിയാം എന്താണ് കാര്യം എന്നൊക്കെ നിനക്കറിയാം, നീ വാ കയറ്, വണ്ടി കയറി പറയും. ഇങ്ങനെ പഠിച്ചടിച്ച് എനിക്ക് കയറ് എന്ന് പറഞ്ഞിട്ട് നയനയും പറയും. അങ്ങനെ നയനയും ആദർശവും കൂടെ മുന്നിൽ കയറും, അവൻ പിറകിലും കയറും. കയറിലിങ്ങനെ ഇരിക്കുകയാണ് കാറിൽ. അവന് കാറ് വിടുകയാണ്. എങ്ങനെ നിങ്ങൾ എന്നെ കൊണ്ടുപോകണം നോക്കിയപ്പോൾ ആദർശം എടുത്ത വഴിക്ക് അറിയും നിന്നെ നരകത്തിലേക്ക് എന്ന് പറയും. അപ്പോൾ പിന്നെ മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം, എന്താ കാര്യം എന്ന് പറയും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും എല്ലാം പറയാം നിശ്ചിതമായിട്ട്, നീ എല്ലാ ന്യൂസും മീഡിയയിലൊക്കെ കൊടുത്തു അല്ലേ എന്ന് ചോദിക്കുന്ന നയന. ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അറിയും. നീ കള്ളം പറയണ്ട, നീയാണ് ചെയ്തതെന്നുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അറിയുമ്പോൾ പിന്നെ മിണ്ടുന്നില്ല. നീ ചെയ്ത തെറ്റ് ഞങ്ങളെ തലയിലാണോ, എൻ്റെ തലയിൽ കൊണ്ടിട്ടിട്ട് നീ തടി ഊരി നീ നല്ലവനാവാൻ നോക്കല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും. നീ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്നൊക്കെ നമുക്ക് അറിയാം, പോകെ അറിയാമെന്നറിയും. അതിൽ പറയും നിങ്ങൾ എന്നെ എങ്ങടാ കൊണ്ടുപോകണം വയ്ക്കുമ്പോൾ നിന്നെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നറിയാം ആദർശ്. അപ്പം മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ മൂന്നാളും കാറ് കയറി പോകുന്നത് നവ്യ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം ഇവരിപ്പോൾ എങ്ങടാ പോകുന്നത് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യണ്ടേ. അങ്ങനെ കാറിങ്ങനെ പോയി അവസാനം അനഘയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പറയും എന്തിനാ എന്നെ എങ്ങോട്ട് കൊണ്ടുവരുന്നത് ചോദിക്കുകയാണ് അബി. അപ്പോൾ പറയും ഒന്നുമില്ല, നീയും വാ, നമുക്കൊന്ന് അനഘയെ കണ്ടിട്ട് പോകാം, സിന്ധുമോളുടെ അമ്മയല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാം, നീയും വാന്നറിയും. ഞാനെന്തിനാ വരുന്ന വയ്ക്കും, പിന്നെന്താ നിനക്ക് വന്നാൽ, നീ ഇപ്പം ഞങ്ങളില്ലെങ്കിലും നീ പോകണം കാണണമെന്നൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എന്താ ഇപ്പം ഞങ്ങളെ കൂടെ വരെ എത്ര മടിയെങ്കിൽ വാടാ എന്നറിയാം ആദർശ്. അങ്ങനെ അവിടെ പോവാണ്, അനഘടുത്ത് പോവുക. അപ്പോൾ അങ്ങനെ മടിച്ച് ചെല്ലുക. അപ്പോൾ ഒക്കെ അവിടെ നിൽക്കുന്ന ഹോം നഴ്സ് വന്നിട്ട് സാറ് വന്നോ എന്ന് ചോദിക്കുക. അനഘ ചോദിക്കുമ്പോൾ കിടക്കുകയാണ് പറയും. അങ്ങനെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ നയന അനഘയെ നോക്കിയിട്ട് അനഘ മോളെ സ്കൂളിൽ ചേർത്ത്, മോൾ സ്കൂളിൽ പോകാനുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തന്നെ അച്ഛൻ ആയിട്ട് ആദർശേട്ടനും അമ്മയായിട്ട് ഞാനും ഉണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, മോളെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കാം, ഒന്നുകൊണ്ട് ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കള്ള ലക്ഷണമല്ല അബിക്ക്. ഇങ്ങനെ കടന്ന് ഇമ വെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പറയും ഞങ്ങൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാണ് അർഗ, പിന്നെ വരാം കേട്ടോ എന്നൊക്കെ അങ്ങനെ യാത്ര പറയപ്പോൾ അതിങ്ങനെ കരയുക പാവം കടന്നിട്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് പോരുന്ന സമയത്ത് പിന്നെയും കാറിൽ തന്നെയാണ് ഒരു യാത്രയുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണ് പോണതെന്ന് പറയുക എന്ന് പറയും. അപ്പോൾ പറയും നിന്നെ കടൽ തീരത്തേക്ക് എന്ന് പറയും. കടൽ തീരത്തേക്കോ പറയും. എന്തിനാ എന്നെ കടൽ തീരത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെറുതെ കാറ്റ് കൊള്ളാൻ എന്ന് പറയും നയന. അപ്പോൾ പറയും
എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ആദർശ്. എനിക്കിതൊന്നും സംസാരിക്കാനൊന്നുമില്ല, നിങ്ങളെന്തിനാ എന്നെപ്പറ്റി പറയേണ്ടത്? അപ്പോൾ ആദർശ് പറഞ്ഞിട്ടുണ്ടാവും, ഓഫീസിലേക്ക് നീ ഇന്ന് ചെല്ലുന്നില്ല എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം, ഞാനാണല്ലോ MD, അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞോളാം നീ ഇന്ന് ചെല്ലുന്നില്ല എന്നുള്ളതെന്ന് പറയും. അതെന്തിനാ എന്നെ ഓഫീസിലേക്ക് വിടാതിരിക്കുന്ന വയ്ക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ കാറിൽ ഇവരാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ വെപ്രാളം പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്ന് പറയും. അപ്പോൾ പിന്നെ ഇവൻ ആകെ ടെൻഷൻ. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, സത്യത്തിൽ നിങ്ങൾ എന്തിനാണ് നിന്നെ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അബി. അപ്പോൾ പറയും നിന്നെ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്താ പറയുക. അപ്പോൾ എനിക്ക് ഒരു ചായ കുടിക്കണം എന്നറിയും. ചായയോ പച്ച വെള്ളം ഞാൻ നിനക്ക് തരില്ല എന്നറിയാം ആദർശ്, നീ വെള്ളം കുടിക്കരുത് അറിയും. അപ്പോൾ എന്നെ അറിയാം, പക്ഷേ എന്താ ആദർശമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്, നമ്മൾ കടലിലേക്കല്ലേ പോണത്, അതാകുമ്പോൾ ധാരാളം ഉപ്പ് വെള്ളം കുടിക്കുകയും ചെയ്യാം, പറ്റൂല അവനെ കൊണ്ട് കുടിപ്പിക്കാമെന്നറിയും. അപ്പോൾ പിന്നെ അപകടം മണക്കുകയാണ് അബിക്ക്. എന്നിട്ട് അങ്ങനെ കടപ്പുറത്തേക്ക് കൂട്ടിയും കൊണ്ട് പോവാണ് അബീനെ. പിന്നെ അവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് നയനെ ആദർശം കൂടെ. അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അബീനെ കടപ്പുറത്തേക്ക് കൂട്ടിയും കൊണ്ട് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവവികാസങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, കുറേയൊക്കെ കഥകളൊക്കെ വരുന്നുണ്ട്. മുഴുവനായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇത്രയും ലേറ്റ് ആയില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആരും നമ്മളുടെ പത്രമായിട്ട് മിസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥകൾ ഇഷ്ടമാവണമെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇഷ്ടമാവണമെങ്കിൽ എന്താണ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുകയാണ്. താങ്ക് യു. എന്തായാലും പത്രമായിട്ട് കാണാൻ മറക്കരുതേ.